അപ്പൊ ഞാനേ വേങ്ങര സബോ സ്ക്വയറിലെ മറൈൻ എക്സ്പോയിലാട്ടോ. അപ്പൊ അതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ കയറുമ്പോൾ തന്നെ നമുക്ക് മഞ്ഞിനെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കുറേ നിർമ്മിതികൾ കാണാൻ കഴിയും. ഇതുണ്ടല്ലേ, ഇതാണ് കാശ്മീരിൽ നിന്നുള്ള കാഴ്ച എന്നുള്ള ലെവലില്. ഡോൾഫിനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കയറി ചെല്ലുമ്പോഴുള്ള ആദ്യത്തെ കാഴ്ച. ഉണ്ടല്ലേ, ആന, ധ്രുവക്കരടികള്, കുതിര. ഇതിപ്പോൾ എന്താ സംഭവം അറിയില്ല കേട്ടാ. ഇതിനുള്ളിൽ കയറാനുള്ള ഓപ്ഷൻ ഇല്ല. ഇനിയിപ്പോൾ ഞാൻ അവസാനത്തിലാണ് കയറിയിട്ടുള്ളത്, അതുകൊണ്ട് അത് ക്ലോസ് ചെയ്താൽ അറിയില്ല. ഇതാകണോ ഇന്നല്ലേ പെൻഗിന്, ഒരു സ്രാവുണ്ട്, ഒരു കുരങ്ങനെ, ആനൊക്കെ ഉണ്ട് കേട്ടാ. അപ്പോൾ അതാകണോ നമ്മളെ യാക്കിൻ്റെ ഒപ്പം നിന്നൊക്കാണ്ട് കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടാ. ഒരു കരടി നോക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇനിയുള്ളത് നമ്മുടെ അക്കോറിയാണ്. അക്കോറിയാട്ടോ ഇനിയുള്ളത്. അതിൻ്റെ വീഡിയോസ് അടുത്ത് ചെയ്യാം. എൻ്റെ വൈറ്റ് ഷാർക്കാള് ഇവിടെ ആണെങ്കിൽ നിറയെ ചെറിയ മീനുകളുണ്ട് കേട്ടോ. പല കളറിലുള്ള മീനുകൾ. ഇതാണ് നമ്മളെ വാള, വൈറ്റ് വാളയുണ്ട്. ഇവനാരാ അറിയോ? ഇതാണ് ആളറിയോ? ആരെങ്കിലും ഇന്ന് കമൻറ്റ് ചെയ്യാം. ഷാർക്കാളാട്ടാ. ഇതെപ്പോഴത്തും ഇവിടെ ഞട്ടറാട്ടോ ഇതിലുള്ള കൂടുതൽ. ആഹാ, ഇതാണ് അലിഗേറ്ററ്. നമ്മളെ ഇതൊരു ഇതാണ്, എന്തോ ഒരു മുഷിയാണ്. ഇതാരാ അറിയില്ല? ഇതാണ് അലിഗേറ്റർ. ഇതാ ഇവിടെ അലിഗേറ്ററുണ്ട്. ഇവിടെയൊക്കെ ചെറിയ മീനുകളുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ ടണലക്കുറത്തിലേക്ക് കയറണം. ഇവിടാണ് നമ്മളെ അരാവപ്പയ്മ, എന്താണ് നമ്മളെ മയിൽവാഹ. നമ്മളെ കേരളത്തിലെ, നമ്മളെ നാട്ടിലെ, നമ്മളെ മലബാർ ഏരിയയിലെ ഈ സാധനം ഇപ്പോൾ വളരെ കുറഞ്ഞു വന്നുകൊണ്ടാ. അലിഗേറ്ററാട്ടോ ഈ പോകുന്നത്. ഇതൊരു അരാപ്പയ്മ. ഇവിടെ ആണെങ്കിൽ നിറയെ ഞട്ടറുകളുണ്ട്. ഫുള്ള് നട്ടറാട്ടാ. കണ്ടില്ലേ? ഇനി ഇവിടെ എന്തോ എമർജൻസി എക്സിറ്റ്. ആഹാ, നമ്മൾ പുറത്തു നിന്നുള്ള കാഴ്ച കണ്ടില്ലേ? ഇതൊക്കെ മീൻ്റെ ഒരു കൂമ്പാരം തന്നെ ഉണ്ടാ. കഴിഞ്ഞാ വേങ്ങര സഭാസ്കറിലെ മത്സ്യകന്യകനെ കാണിച്ചതാ. അത് മത്സ്യകന്യക, അത് മീനാ കാണിച്ചതാ. ഇതൊക്കെ ഇതോ നമ്മളെ മത്സ്യകന്യകാണ്.